1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുപ്പുമായി മൈത്ര കുത്തുപറമ്പ് സ്വദേശി അബ്ദുൽ ഹമീദ് എന്ന ബിച്ചുട്ടി. കുത്തുപറമ്പ് ചുണ്ടത്തെ 2 ഏക്കറോളം വരുന്ന കീഴ്പ്പാടത്താണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു വിളവെടുപ്പ് നടത്തി. കൃഷിഭവനും അതുപോലെ തന്നെ നമ്മുടെ കുത്തുപറമ്പ് വാർഡിലെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നടത്ത വത്തക്കയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ള കൃഷികൾ നമ്മളിൽ നിന്നും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയ നമ്മുടെ വിച്ചുട്ടിയാക്കയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള കൃഷികൾ പലതരത്തിലുള്ള കൃഷികൾ നമ്മുടെ ഈ പാടത്ത് നമുക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറെയും എല്ലാവരെയും നാട്ടുകാരെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കും. കടകളിലും മറ്റു വഴിയോരങ്ങളിലും വ്യത്യസ്ത നിറങ്ങളിലും വലിപ്പത്തിലും നിറഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തനുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പാടത്ത് നിറഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തൻ പ്രദേശവാസികൾ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകളാണ് ചുണ്ടത്തെ പാടത്ത് തടിച്ചുകൂടിയത്. വ്യത്യസ്ത പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാറുണ്ടായിരുന്നെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു ബിച്ചുട്ടിയുടെ തണ്ണിമത്തൻ കൃഷി. റമദാനിലെ തുടക്കത്തിലായിരുന്നു വിത്തിറക്കിയത്. ആദ്യമായിട്ടായതിനാൽ വിജയിക്കുമോ എന്ന കാര്യത്തിൽ അല്പം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കൃഷി ഓഫീസറുടെയും മറ്റും പിന്തുണ ബിച്ചുട്ടിക്ക് കൂടുതൽ കരുത്തേകി. ഏറ്റവും മുന്തിയ ഇനം വിത്ത് തന്നെയാവണം എന്നതുകൊണ്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും ഷുഗർ കിങ് ഇറാനി, ജൂബിലി കിങ് തുടങ്ങിയ വിത്തിനങ്ങളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 2 ഏക്കർ തന്നെ കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. ഇതിൽ നമുക്ക് പരിചയക്കുറവുകൊണ്ട് വിത്ത് കുറച്ച് കുറഞ്ഞു പോയി. നട്ട വിത്ത് കുറച്ച് കുറഞ്ഞു വേണ്ടി ഏരിയ കുറഞ്ഞ് 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ ഫില്ല് ചെയ്ത്. അതായത് ആദ്യം മുളപ്പിച്ച് അത് നട്ട് പിന്നെ രണ്ടാമതൊന്ന് മുളപ്പിച്ച് അതും തേഞ്ഞില്ല. പിന്നെയാണ് മൂന്നാമത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കക്കരി കൃഷി, വെണ്ട കൃഷി, എല്ലാവിധ കൃഷികളും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുധാന്യ കൃഷി അത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാട് താവരയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കണത് കാണാം. അങ്ങനെ എല്ലാവിധ രീതിയിലുള്ള പുതിയ കൃഷി, അതായത് നമ്മൾ കീടനാശിനി ഉപയോഗിക്കാത്ത കൃഷിയാണ് ഉദ്ദേശിച്ചത്. അതിന് പ്രാകൃതമായിട്ട് തന്നെ ഈ പാറ്റക്കണിയും മറ്റതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിതിൽ കൃഷി ഇതാകുന്നത്. ആദ്യത്തെ ശ്രമമായതിനാൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോകേണ്ടി വന്നെങ്കിലും വലിയ തോതിലുള്ള വിളവെടുപ്പ് തന്നെയാണ് ലഭിച്ചതെന്ന് കൃഷി ഓഫീസർ CT നിഷിത പറഞ്ഞു. ഇത് നല്ല ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു തുടക്കത്തിൽ. വിച്ചുട്ടിയാക്കും അതുപോലെ ഇവിടുത്തെ പണിക്കാരും നന്നായിട്ട് ശ്രമിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റിയത്. ഞങ്ങൾ വെറുതെ ഒന്ന് പ്ലാൻ ചെയ്തതായിരുന്നു, ഒരു വത്തക്ക കൃഷി നടത്തിയാലോ എന്ന് ഞാൻ വിച്ചുട്ടിയാക്കാനോട് ചോദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ നമുക്കെന്നാ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ABCD ഒന്നും നമുക്കറിയില്ലായിരുന്നു. ചെയ്ത് പരിചയമൊന്നും ഇല്ലാത്ത കൃഷി ആയതുകൊണ്ട് ഒന്ന് തുടങ്ങി നോക്കാമെന്ന് കരുതി. വിദഗ്ധ സഹായമൊക്കെ നടത്തിയവരോട് ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ വിത്ത് പൊള്ളാച്ചിന്ന് എത്തിച്ചു. നല്ല ഇനം വിത്തുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഷുഗർ കീൻ എന്ന് പറയുന്നൊരു ഇറാനി ഇനും അതുപോലെ ജൂബിലി കിങ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ വലിയ വത്തക്ക, ഈ 2 ഇനങ്ങളാണ് നട്ടത്. രണ്ടും നല്ല വിളവാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മറ്റുള്ള കൃഷി രീതിയെ അപേക്ഷിച്ച് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു കീടരോഗങ്ങളൊക്കെ കുറവാണ് വത്തക്കയിൽ. നമ്മളൊരു ഫലമായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ട് കാണുകയാണെങ്കിലും പരിചരണം കൃഷി രീതിയൊക്കെ ഇത് പച്ചക്കറി പോലെയാണ്. നമ്മളെ വെള്ളരിക്ക അതുപോലെ മത്തൻ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരീക്ഷണമായതുകൊണ്ട് നമ്മൾ ഇത്തവണ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ 2 സ്ഥലത്താണ് കൃഷി നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു 1.5 ഏക്കറിലും അതുപോലെ കുരിക്കലമ്പാട് 1/2 ഏക്കറിലും. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ 2 ഏക്കർ എന്നുള്ളത് 20 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അത്രയും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. കർഷകർക്ക് ലാഭകരമാണെന്ന് മനസ്സിലാക്കി. വിളവെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റയാനത്ത് കുറുമാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത, ഗ്രാമപഞ്ചായത്ത് അംഗം സൈനബ കണ്ണഞ്ചേരി, കുഴിമണ്ണ കൃഷി ഓഫീസർ നസ്മിയ, കൃഷി അസിസ്റ്റന്റ്മാർ ആത്മ BTM സബീന, കർഷക പ്രതിനിധികളായ PK സിദ്ദീഖ്, PK മുഹമ്മദ് അലി, CT മമ്മദ്, AK അലവി, ആദം, PK മുഹമ്മദ്, NK ബിച്ചി എന്നിവരും നാട്ടുകാരും പ്രദേശവാസികളും പങ്കെടുത്തു. ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായിട്ട് ഇത്തരത്തിലുള്ള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്ന ഈ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര പറമ്പുണ്ടെങ്കിലും അത് തരിശായിട്ട് കളയുന്ന ഒരു പുതുതലമുറയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ പുതിയ രൂപത്തിൽ
ഇത്തരത്തിൽ നമ്മൾ ഇതുപോലെ വത്തക്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കാണുക എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്നതല്ലാതെ നമ്മൾ കാണാറില്ല. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബിച്ചുട്ടിയാക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ, എല്ലാവരും ഞാൻ ഏത് സമയത്തും ശ്രദ്ധിക്കുന്നതാണ്. ഇതിലെ പോകുമ്പോഴൊക്കെ ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൃഷിയിൽ അത്ര തൽപരനായിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കുത്തുപറമ്പ് വാർഡിൽ ഇങ്ങനെ കൃഷി ഉണ്ടാക്കിയാൽ സന്തോഷമുണ്ട്. അതിന് ബിച്ചുട്ടിയാക്കനെ അഭിനന്ദിക്കാൻ. ഇവിടെ ഈ ഒരു കൃഷി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം പല വെണ്ടയും ചീരയും മത്തനും എല്ലാ കൃഷി ഉണ്ടാവലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വത്തക്ക കൃഷി ആദ്യമായിട്ടാണ്. അപ്പം ഇതുണ്ടാക്കാൻ ഇതിങ്ങനെ നാട്ടിനൊരു ഇത് സമർപ്പിച്ചതിന് ബിച്ചുട്ടിയാക്കും വത്തക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം പോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ ബത്തക്ക കൃഷി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഈ റൂട്ടിലേക്ക് പോകുന്നവരും നാട്ടിൽ തന്നെ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ വന്നതോടുകൂടി ഇതേ സൈറ്റിൽ നിന്ന് തന്നെ ബത്തക്ക അവിടുന്ന് തന്നെ പറിച്ചെടുത്ത് അവിടുന്ന് തൂക്കി ഫ്രഷായിട്ട് തന്നെ വിളവെടുപ്പ് നടത്തി വിറ്റുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത് വളരെയധികം വിജയിച്ച ഒരു കൃഷിയാണിത്. അപ്പോൾ ഈ കൃഷിയുടെ ഭാഗമായിട്ട് ബത്തക്ക നല്ല ഒരു മധുരം, നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന ബത്തക്കയിൽ, നമ്മൾ ഇതുവരെ കഴിച്ച ബത്തക്കയിൽ നല്ലൊരു മധുരം ഇതിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കക്കേരിക്ക അതുപോലെ തന്നെ ഈ പ്രദേശത്ത്, ഈ പാടത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൃഷി നമ്മളെ ബിച്ചുട്ടിയാജി ഇപ്പോൾ ആദ്യമായിട്ട് മൂപ്പരുടെ ഒരു ബിച്ചുട്ടിയാജിയുടെ ഒരു സന്മനസ്, അതുപോലെ തന്നെ പിന്നെ ഒരു കൂട്ടായ്മ, ഈ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ എല്ലാം കൊണ്ടുള്ള ഒരു നല്ലൊരു അനുഭവമായി കഴിഞ്ഞിട്ടുണ്ട് ഇത്. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.